തമിഴ്നാട്ടിലെ കരൂരിൽ വൻ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. 36 പേർ മരണപ്പെടുകയും നിരവധി പേരുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുകയുമാണ്. ഐസൺ ജോസ്, നന്ദഗോപൻ തുടങ്ങിയവർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഐസൺ, ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്നത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തമിഴ്നാട് DGPയുമായും അതുപോലെ തന്നെ തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുമായും ടെലിഫോണിൽ സംസാരിച്ചിരിക്കുന്നു. മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ റിപ്പോർട്ട് തേടിയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്. തീർച്ചയായും അത്തരത്തിലൊരു സ്ഥിരീകരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് അറിയാവുന്നതാണ്, സ്വാഭാവികമായും വലിയൊരു ദുരന്തം ഈ രാജ്യത്തുണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാർ അത് സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നൊരു റിപ്പോർട്ടും ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം വരുന്നത് തമിഴ്നാട് സർക്കാർ ഈ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് നേരത്തെ മുഖ്യമന്ത്രിയുടെ യോഗം നടന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം സംബന്ധിച്ചുള്ള തുടർ നടപടികളും അതുപോലെ തന്നെ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള നടപടികളും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന വിവരം ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഇനി ഏത് രീതിയിലാണ് വരേണ്ടതുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള അന്വേഷണം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു വിവരം വരുന്നത് സഹായധനമായി 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു എന്നൊരു റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന തീരുമാനവും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അടിയന്തര യോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം സംഭവം സംബന്ധിച്ച് ഉണ്ടാകുമെന്നും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ലഭ്യമാകുന്ന മറ്റു വിവരങ്ങളനുസരിച്ച് ഇത് ഏറ്റവും പുതിയ വിവരങ്ങൾ, ഇതിൻ്റെ അന്വേഷണം സംബന്ധിച്ചുള്ള വിവരങ്ങളും അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. നാളെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കരൂരിലെ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 2 മന്ത്രിമാർ സ്ഥലത്തുണ്ട്. അവർ പരിശോധനകൾ നടത്തുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം നൽകുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കും മറ്റു നടപടികൾക്കും ആശുപത്രിയിൽ എത്തിച്ചവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നും അറിയിക്കുന്നുണ്ട്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം മരിച്ചവർക്കും 1 ലക്ഷം രൂപ പരിക്കേറ്റവർക്കും ഉടൻ പ്രഖ്യാപിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണത്തിന് പുറമെ അത് അടിയന്തരമായി നടന്ന ആ യോഗത്തിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ളൊരു വീഴ്ച, വൻതോതിലുള്ളൊരു വീഴ്ച എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ് ഈ വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലൊരു വലിയ യോഗം വലിയ ജനക്കൂട്ടത്തെ കൊണ്ടുവന്ന് പ്രചരണ പരിപാടി നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് പോലീസിനും ബന്ധപ്പെട്ട അധികാരികൾക്കും അവസരം നൽകാതെ ഒരു പെട്ടെന്നുണ്ടായ ഒരു പരിപാടി, 25-ാം തീയതി തയ്യാറാക്കുന്ന ഒരു ആസൂത്രിതമായ പരിപാടി, പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടി 27-ാം തീയതി നടത്തുകയും അത് വലിയ തോതിൽ ഇത്തരത്തിൽ ആളുകളെ എത്തിക്കുകയും ഒക്കെ ചെയ്തത് മനുഷ്യജീവന് പോലും വില കൽപ്പിക്കാത്ത മനുഷ്യത്വഹീനമായ ഒരു നിലപാടാണ് എന്ന വിമർശനം വളരെ ശക്തമായി ഉയരുകയും ചെയ്യുന്നു. ഐസൺ, ഈ വിമർശനത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഈ വിജയ് ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ട്, അതും ഈ വിജയുടെ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് റാലി തന്നെയാണല്ലോ. അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് വിജയ് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ റാലികൾ നടത്തുന്നത്. ഈ റാലിയിൽ ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ടും തൻ്റെ ആരാധകരെ തിരിഞ്ഞു നോക്കാതെ ഈ നടൻ ചെന്നൈയിലേക്ക് വിമാനം കയറിയിരിക്കുകയാണ്. സാധാരണ സിനിമയിലൊക്കെ വിജയ് അങ്ങനെയല്ലല്ലോ, എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു കഥാപാത്രമായിട്ടല്ലേ ഇദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ദുരന്തമുണ്ടായ ഭൂമിയിൽ നിന്നും ഈ നടൻ മുങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് വിജയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിമർശനം. കാരണം ആ പ്രദേശത്ത് തുടരുന്നത് വലിയ റിസ്കുകൾ ഉണ്ടാക്കുമെന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നും വലിയ പ്രതിഷേധങ്ങൾക്കുള്ള വഴിവെക്കുമെന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു മിനിറ്റ് പോലും അവിടെ നിൽക്കാതെ അടിയന്തരമായി വിമാനം കയറിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മദ്രാസിലേക്ക് തിരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം എങ്ങനെയാണ് മദ്രാസിലേക്ക് ഞാൻ ഐസണിലേക്ക് എത്താം. ഇപ്പോൾ BJP കോയമ്പത്തൂർ ജില്ലയുടെ അധ്യക്ഷനായിട്ടുള്ള രമേശ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രമേശ്, ഇന്നിപ്പോൾ ഈ കരൂരിൽ സംഭവിച്ചത് എന്താണ്? കാരണം സർക്കാരിൻ്റെ അനാസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പോൺസേഡ് ദുരന്തം എന്നാണ് BJPയുടെ ദേശീയ നേതൃത്വവും അതുപോലെ അണ്ണാമല ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളുമെല്ലാം ഇതിനകം ഈ ദുരന്തത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. രമേശ്, வணக்கம். இன்னைக்கு இந்த கரூர்ல நடந்த இந்த தமிழக வெற்றி கழகத்தினுடைய தலைவர் விஜய் அவர்களுடைய இந்த பிரச்சார கூட்டத்துல நடந்த சம்பவம் ரொம்ப துயரமான ஒரு சம்பவம், மிகவும் வேதனை அளிக்கக்கூடிய ஒரு சம்பவமானது. இது போன்ற ஒரு சம்பவம் எங்கேயுமே இனிமேல் நடக்கக்கூடாது. அது மட்டுமல்ல, எந்த ஒரு கூட்டத்திலேயும் நிகழ்ச்சியிலேயும் இது போல நடக்கக்கூடாது. இன்னைக்கு நடந்த இந்த நிகழ்ச்சிங்கிறது குழந்தைகள், பெண்கள் உட்பட
30க்கும் மேற்பட்ட நபர்கள் வந்து இறந்திருக்கிறாங்க. இந்த கூட்டத்தை ஏற்பாடு செய்த அந்த கட்சியினர் எந்த அளவு கூட்டம் வரும், எந்த இடத்துல இதை வைக்கணும், அந்த கூட்டத்துல அவங்களுக்கு உண்டான ஏற்பாடுகள் பற்றி கண்டிப்பா இதை சிந்திச்சிருக்கணும். அதனால வந்து அந்த ஏற்பாடு செய்த அந்த நபர்கள் மீது மிகப்பெரிய ஒரு தவறு இருக்குது. அதையும் தாண்டி இந்த அரசாங்கம், இந்த கவர்மெண்ட் மற்றும் போலீஸ் அவங்களுக்கு உண்டான அந்த ஏற்பாடுகள் முழுமையாக செய்திருக்கணும். தனிப்பட்ட ஒரு கட்சி சார்ந்தவர்கள் என்ன ஏற்பாடு செய்திருந்தாலும் இந்த அரசாங்கமும் இந்த காவல்துறையும் அவர்களுக்கு உண்டான ஒரு பாதுகாப்பு கருதி இது ஏற்பாடு செய்திருக்கணும். இதுல வந்து இந்த காவல்துறை, அதாவது போலீஸ், கவர்மெண்ட் ரெண்டுமே வந்து மிகப்பெரிய தவறு செய்திருக்குது. இந்த இறந்த அத்துணை நபர்களுக்கும் பாரதிய ஜனதா கட்சியின் சார்பில் மிகப்பெரிய ஒரு அஞ்சலி செலுத்திக்கிறோம். சொல்லுங்க. ശ്രീ രമേശ്, ഈ സ്ഥലത്ത് ഏതാണ്ട് 10,000-ഓളം ആളുകൾ മാത്രം വരുമെന്നാണല്ലോ ഈ തമിഴക വെട്രിക്കഴകത്തിന്റെ നേതാക്കൾ ജില്ലാ കളക്ടറോട് പറഞ്ഞത്. പക്ഷേ അവിടെ ഏതാണ്ട് 1,00,000-ന് മുകളിലേക്ക് ആളുകൾ എത്തിയത് ദുരന്തത്തിന് കാരണമായി. മാത്രമല്ല, ഈ വിജയ് എത്തേണ്ട സമയത്തെത്തിയില്ല. ഏതാണ്ട് 6 മണിക്കൂർ വൈകിയാണ് ഈ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യാനായി വിജയ് എത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ദുരന്തമുണ്ടാകുന്ന ഘട്ടത്തിൽ അവിടെ ആരാധകരെ തിരിഞ്ഞു നോക്കാതെ ഈ വിജയ് ഇപ്പോൾ വിമാനമാർഗം ചെന്നൈയിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ശ്രീ രമേശ്. ஆமாங்க, அது வந்து ரொம்ப தவறான ஒரு விஷயம். இப்ப வரக்கூடிய செய்திகள் எல்லாமே அந்த இவ்வளவு பெரிய சம்பவம் நடந்திருக்கும் பொழுது அதனுடைய தலைவர், இந்த நிகழ்ச்சியினுடைய பொறுப்பாளர் விஜய் வந்து அங்க போயிருக்கணும். ஆனா அவர் போகல. அது போகாம இருக்கிறது மிகப்பெரிய ஒரு தவறான ஒரு விஷயம். യെസ്, വളരെ നന്ദി ശ്രീ രമേശ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. BJP കോയമ്പത്തൂർ ജില്ലയുടെ അധ്യക്ഷനായ രമേശ്, അദ്ദേഹം പറയുന്നത് ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു ദുരന്തം തന്നെയാണ് എന്നുള്ളതാണ്. ഇത്ര വലിയ ജനക്കൂട്ടം ഉണ്ടായിട്ടും അവിടെ ആവശ്യത്തിന് പോലീസുകാരെ എത്തിക്കുവാനോ അതല്ലെങ്കിൽ മറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനോ തമിഴ്നാട് സർക്കാരോ അവിടുത്തെ ഭരണകൂടമോ കരൂരിലെ മുനിസിപ്പാലിറ്റി സംവിധാനങ്ങളോ ഒന്നും തന്നെ അത്തരം ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന വിമർശനം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അണ്ണാമലൈ ഉൾപ്പെടെയുള്ള BJPയുടെ തമിഴ്നാട് സംസ്ഥാന ഘടകത്തിന്റെ മുതിർന്ന നേതാക്കളും ഇതേ ആരോപണം തന്നെ ഉന്നയിച്ചത്. എന്തായാലും ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. ഐസൺ ജോസ് തുടരുന്നുണ്ട്. ഐസൺ, ഇപ്പോൾ വലിയ വിമർശനം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വിജയ്ക്കെതിരെ മാത്രമല്ല ഉയരുന്നത്, തമിഴ്നാട് സർക്കാരിനും ഈ ദുരന്തത്തിൽ നിന്നും അങ്ങനെ കൈകഴുകി എളുപ്പത്തിൽ രക്ഷ നേടാൻ സാധിക്കുകയില്ല. കാരണം ഇത്രയും അധികം ആളുകൾ കൂടുന്ന സ്ഥലത്ത് കൃത്യമായ പോലീസിനെ എത്തിക്കുവാനോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനോ ഒന്നും DMK സർക്കാർ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിരുന്നില്ല. അതിനാൽ ഈ വിമർശനം ശക്തമാകുന്ന സാഹചര്യത്തിലാണോ ഇപ്പോൾ ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്? നിന്ന് ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്രയും സമയം, അതായത് 6 മണിക്കൂറോളം കാത്തു നിൽക്കുന്നൊരു സാഹചര്യം, ഇത്തരത്തിൽ വലിയ ജനക്കൂട്ടം കാത്തു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ആ പ്രദേശത്തെ പോലീസ് സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി വിവരം ബന്ധപ്പെട്ട അധികാരികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കൃത്യമായ സുരക്ഷാ നടപടികൾ ഒരുക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ഇത്തരത്തിൽ വലിയൊരു ആൾക്കൂട്ടം അവിടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ നേരത്തെ നമ്മളോട് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പ്രതികരിച്ച മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ അറിയിച്ചത്, ഒരു നാമക്കലിലെ പരിപാടി കഴിഞ്ഞതിന് ശേഷം അതിന് പിന്നാലെ ആ നാമക്കലിലെ പരിപാടിക്ക് പങ്കെടുത്തവർ പോലും വീണ്ടും കാരൂരിലെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ നിരവധി പേർ ആ സംഭവം നടന്ന പ്രദേശത്തേക്ക് എത്തുകയും അത് നേരത്തെ നടന്ന പരിപാടിയുടെ ഭാഗമായി ഉള്ളവരും എത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഒരുപക്ഷേ ഈ നേരത്തെ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്തിയവർ, അതായത് നാമക്കലിലേക്ക് എത്തിയവരും അതുപോലെ തന്നെ നാമക്കലിൽ നിന്നും അവരെ കൂട്ടമായി കാരൂരിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അത്തരത്തിലൊരു സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനുമാവില്ല. അത്തരത്തിൽ വലിയ തോതിൽ ആളുകളെ ഇങ്ങനെ കൊണ്ടു നടന്ന് ഇത്തരത്തിൽ ജനക്കൂട്ടത്തെ കൃത്രിമമായി സൃഷ്ടിക്കാനുള്ളൊരു നീക്കം നടത്തുന്നതിനിടയിലാണ് ഈ ആസൂത്രണങ്ങളെല്ലാം തന്നെ പാളിപ്പോയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25-ാം തീയതി അനുമതി ചോദിക്കുക, ബന്ധപ്പെട്ട അധികാരികളോട് അനുമതി ചോദിക്കുക, 27-ാം തീയതി 2 ലക്ഷത്തോളം പേർ എത്തുന്ന ഒരു പരിപാടി നടത്താൻ അനുമതി ലഭിക്കുക ഒട്ടും സാധ്യമല്ല. കാരണം അതിന് ബന്ധപ്പെട്ട പ്രോട്ടോക്കോളുകൾ പാലിച്ച്, മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോളുകൾ പാലിച്ച് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ഏതെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ, ഇതുപോലുള്ള അപകടമോ തിക്കും തിരക്കോ അല്ലെങ്കിൽ തീപിടുത്തമോ ഒക്കെ ഉണ്ടാകുമ്പോൾ സുരക്ഷിതമായി ഇവരെ രക്ഷപ്പെടുത്തുന്നതിനും അതിനുള്ള ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. സുരക്ഷാ മുന്നൊരുക്കങ്ങളും മറ്റും നടത്തേണ്ടതുണ്ട്.
ആ ഒരു സാഹചര്യത്തിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിലുള്ള നീക്കങ്ങൾ നടത്താതിരുന്നു എന്ന വലിയൊരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നും തമിഴ്നാട് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വലിയൊരു ഉത്തരവാദിത്തമായി തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ ചുമലിൽ നിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു നിമിഷം, ഇപ്പോൾ ഡോൾഫിൻ ശ്രീധർ ബി.ജെ.പിയുടെ തമിഴ്നാട് നേതാവാണ്. ശ്രീ ഡോൾഫിൻ ശ്രീധർ, എന്താണ് ഇന്ന് ഈ കരൂരിൽ സംഭവിച്ചിരിക്കുന്നത്? இன்னைக்கு கரூர்ல நடந்தது உண்மையிலேயே ரொம்ப துயரமான சம்பவமா இருக்கு. இதுவரையில 30க்கும் மேற்பட்டவங்க உயிரிழந்ததாக செய்தி வருது. உண்மையிலே மிக வருத்தமாகவும் வேதனையாகவும் இருக்கு. ஒவ்வொருவருமே இது மாதிரி ஒரு பொது நிகழ்ச்சியில இப்படி ஒரு துயர சம்பவம் நடந்தது தமிழகத்துக்கே ஒரு மிகப்பெரிய வேதனையான ஒரு செய்தியா இருக்கு. பாரத பிரதமர் கூட இதுக்காக இரங்கல் தெரிவிச்சிருக்காரு. நாமளும் கூட இறந்து போன குழந்தைகள் உட்பட அவங்களுடைய குடும்பத்தாரோட அவங்களுடைய இழப்புக்கு ஆறுதல் சொல்லவே முடியாது. ஒரு பொது நிகழ்ச்சியில ஒரு தலைவரை காண்பதற்காக வந்தவங்க இவ்வளவு பேர் இறந்திருக்கிறது, அப்பாவி ஜனங்கள், குழந்தைகள், பெண்கள் உயிரிழந்திருக்கிறது உண்மையிலே வேதனை தரக்கூடிய ஒரு விஷயம். அந்த காயமடைந்திருக்கு மருத்துவமனையில அனுமதிக்கப்பட்டிருக்கவங்க அவங்கெல்லாம் கூட ஆண்டவனோட பிரார்த்தனை செய்யறோம். அவங்க எல்லாம் நல்லபடியாக பூரணமாக நலம் பெற்று உடனடியாக வரணும்னு சொல்லி உயிரிழந்தவர்களுடைய ஆத்மா சாந்தி அடையணும், அவர்களுக்கான நிவாரணத்தை அரசாங்கம் கொடுக்கணும்னு நாங்க കേട്ടുக்கிறோം. വളരെ നന്ദി ശ്രീ ഡോൾവിൻ ശ്രീധർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. തമിഴ്നാട്ടിലെ കരൂരിലാണ് വിജയ് നടത്തിയ പൊളിറ്റിക്കൽ റാലിക്കിടയിൽ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിൻ്റെ റാലികൾ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിജയ് സംഘടിപ്പിച്ച് വരികയായിരുന്നു. 2024 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് തൻ്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. 2009 മുതൽ തന്നെ വിജയ് തൻ്റെ 85,000-ഓളം വരുന്ന തമിഴ്നാട്ടിലെ ഫാൻസ് ക്ലബ്ബുകളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും വെൽഫെയർ പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഒരു ഘട്ടത്തിൽ തുടക്കം കുറിച്ചിരുന്നു. പിന്നീട് അതൊരു രാഷ്ട്രീയ ലക്ഷ്യമായി വിജയ് അതിനെ മാറ്റുന്നത് 2024 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. അടുത്ത വർഷം നടക്കാൻ പോകുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിജയ് നടത്തിവന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് കരൂരിൽ ഇന്ന് രാജ്യത്തെ ഞെട്ടിക്കുന്ന, കണ്ണീരിലാഴ്ത്തുന്ന വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ്സ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി ടെലിഫോണിൽ സംസാരിച്ചു. സ്റ്റാലിനുമായി മാത്രമല്ല, തമിഴ്നാട് ഗവർണർ RL രവിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇരുവരോടും സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ ദുരന്തത്തെ നേരിടുവാൻ തമിഴ്നാട് സർക്കാരിന് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ വിധത്തിലുമുള്ള പിന്തുണയുണ്ടാകും എന്ന അറിയിപ്പ് കൂടി തമിഴ്നാട് മുഖ്യമന്ത്രിയെയും ഗവർണറെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിരിക്കുകയാണ്. നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആഭ്യന്തര സെക്രട്ടറി തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുമായും തമിഴ്നാട് പോലീസ് മേധാവിയുമായും ഈ ദുരന്തം സംബന്ധിച്ച് ടെലിഫോണിലൂടെ ആരാഞ്ഞിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തമിഴ്നാട് സർക്കാരിനോട് തേടിയിരിക്കുകയാണ്. ഐസൺ ജോസ് തുടരുന്നുണ്ട്. ഐസൺ, ഈ ജുഡീഷ്യൽ അന്വേഷണം ഒരു ഭാഗത്ത് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഒരു നിർണായക യോഗം വിളിച്ചു. ആ യോഗത്തിന് ശേഷമാണ് ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, നാളെ ഈ ദുരന്തമുണ്ടായ കരൂരിലേക്ക് സ്റ്റാലിൻ നേരിട്ട് പോകുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു.